സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് വേദി 2 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിനിധി സംഗമമാണ്. സമസ്തയുടെ 14 പോഷക ഘടകങ്ങളുടെയും കർമ്മ പദ്ധതികളാണ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ വേദിയിൽ ഇതേ സമയത്ത് ഇസ്തിഖാമയുടെ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് വിതരണം കൂടെയുണ്ട്. ഇസ്തിഖാമയുടെ റിസർച്ച് കൗൺസിൽ മെമ്പേഴ്സ് നമ്മോട് കൂടെ ചേരുന്നുണ്ട്. സോ അതെ, 100-ാം വാർഷിക മഹാസമ്മേളനമാണ്. ഒരു നൂറ്റാണ്ടിൽ, ഒരു ആയുസ്സിൽ ഓരോ മനുഷ്യനും ലഭിക്കുന്ന ഒരു വലിയ തൗഫീഖാണ്. ഇങ്ങനെയാണ് ഈ തൗഫീഖിനെ കാണുന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ ജീവിതത്തിൽ കുറേ സമസ്തയുടെ പോഷക സംഘടനകളുടെയും അതുപോലെ തന്നെ സമസ്തയുടെയും 70-ാം വാർഷികത്തിലും 85-ാം വാർഷികത്തിലും 90-ാം വാർഷികത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ സംഭവങ്ങളായിരുന്നുവെങ്കിലും ഈ ക്യാമ്പ്, ഈ പരിപാടികളൊക്കെ തീർച്ചയായിട്ടും അതിൽ നിന്ന് വ്യത്യസ്തമായി 100-ാം വാർഷികത്തിൻ്റെ പ്രത്യേകമാകുന്ന 100-ാം വാർഷികം എന്നതിനോട് യോജിക്കുന്ന രൂപത്തിൽ തന്നെ വളരെ അത്ഭുതകരമായ രൂപത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പിലെ ഓരോ വിഷയങ്ങളും, അതിലെ ക്രമീകരണങ്ങൾ, അതിൽ വരുന്ന ആളുകളുടെ തിരിച്ചറിയൽ, ക്യാമ്പിൽ കിടക്കുന്ന ആളുകളെ ഓരോരുത്തരെയും പ്രത്യേകം നോട്ട് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും വളരെ അത്ഭുതകരമായ രൂപത്തിലും ഒരുപക്ഷെ നമ്മൾ ഇത് കേരളത്തിൽ ഇപ്പോൾ മുമ്പൊക്കെ പറയപ്പെട്ടതുപോലെ ഇത്രയും കൃത്യമായ ഒരു ക്യാമ്പും കാര്യങ്ങളൊന്നും ഒരു പാർട്ടിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ മതസംഘടനയോ നടത്താത്ത രൂപത്തിലുള്ള ക്യാമ്പാണ്. ഇത് വളരെ വലിയ സന്തോഷമുണ്ട് സംസ്ഥയിൽ. ഇസ്തിഖാമയാണ് നമ്മൾ 100 വർഷമല്ല, പ്രവാചക പാരമ്പര്യം മുതലേ കടന്നു വരുന്നത് ആദർശ ശുദ്ധിയാണ്. സംസ്ഥയുടെ മോട്ടോ തന്നെയാണ് ആദർശ വിശുദ്ധിയുടെ ഒരു നൂറ്റാണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആദർശ രംഗത്ത് ആദർശ വ്യതിയാനം സംഭവിച്ച ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന, ഡിബേറ്റുകൾ നടത്തുന്ന ആ ഒരു അനുഭവങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ നമ്മളെ പ്രമേയം തന്നെ നൂറ്റാണ്ട് എന്നല്ല, നൂറ്റാണ്ടുകളിലൂടെ എന്നാണ്. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നാണ് പ്രമേയം തന്നെ. അപ്പോൾ അത് മുന്നേ കടന്നു വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദേഹത്തുകാർ അവർ തുടങ്ങിയ സമയത്തിൽ പറഞ്ഞ ആദർശങ്ങൾ നിലനിൽക്കുന്നവർ ആരും ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ആരും എല്ലാവരും വ്യതിചലിച്ച് പോയിട്ടുണ്ട്. ഒരു നിലനിൽക്കുന്ന ഒരു ആദർശം ആരുടെ ഈ 100 കൊല്ലത്തെ ആദർശം പോലും അവർക്ക് പറയേണ്ടവരാ. തുടങ്ങിയ അന്ന് അവർ നബിദിനത്തെ എതിർത്തു, അംഗീകരിച്ചു, വലിയ പുണ്യമായിട്ട് പറഞ്ഞു. ഇപ്പൊ നബിദിനത്തിൽ അവർ എത്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അംഗീകരിക്കുന്ന രീതിയിലേക്ക് വന്നു. അത് സിർക്കായിരുന്നു, പിന്നെ ആദ്യം സുന്നത്തായിരുന്നു, പിന്നെ അത് സിർക്കായി, പിന്നെ ഇപ്പൊ ബിദ്അത്തായി, സിർക്കല്ല എന്ന് പറഞ്ഞിടത്തേക്ക് എത്തി. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ തെരഞ്ഞെടുപ്പിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കിയിട്ട് അവർ തന്നെ ഞങ്ങളാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് അവരും മാറി. ഒരു സമസ്ത പറയുന്ന ആദർശമല്ലാതെ, അതായത് നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ആദർശമല്ലാതെ വേറെ ഒന്നും നിലനിൽക്കുന്നില്ല. ഈ സമസ്ത ഉണ്ടാക്കി അന്ന് അവർ പറഞ്ഞൊരു ആദർശത്തിൽ പോലും ഇന്ന് അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഒരു സംഘടനക്കും നിലനിൽക്കാൻ കഴിയില്ല എന്നല്ല. എല്ലാവരും മാറിപ്പോയി. വിലീഗുകാർ തന്നെ 3-4 ഗ്രൂപ്പുകളാണ്. ഒരു പുറമെ ഒച്ചമുന്നിലാക്കാത്ത നമ്മൾ കാണില്ലെന്നുള്ളൂ. അവരുടെ കൂട്ടത്തിൽ തന്നെ ഈ ഇസ്തിഹാസ അല്ല തവസ്സുൽ സിർക്ക എന്ന് പറഞ്ഞവരുണ്ട്. സിർക്കല്ല, അനുമതിയാണ്. ഇസ്തിഹാസ സിർക്കുള്ളൂ പറഞ്ഞ ആളുണ്ട്. അത് സിർക്കില്ല, പാടില്ലാത്ത പറഞ്ഞ ആളുണ്ട്. ആകെ ആദർശപരമായി വ്യത്യസ്തമായി. അതായത് സമസ്ത അന്ന് പറഞ്ഞ ആദർശത്തിൽ 1 ഇഞ്ചിൽ നിന്ന് 1 സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറി നമുക്ക് കാണാൻ പറ്റില്ല. അത് തന്നെയാണ് നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് വിതരണത്തെ കുറിച്ച് കുറവ്. എന്താണ് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കോഴ്സിനെ കുറിച്ച് വിശദമായിട്ട് ജസീൽ കമാൽ ഉസ്താദ് പറയും. ഇന്നലെ ഉദ്ഘാടന സമ്മേളനത്തിൽ സയ്യിദുൽ ഉലമ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഊർജം. അതായത് ഞങ്ങൾക്ക് ഇസ്തിഖാമയുടെ കുട്ടികൾ ഒരു വിങ് തന്നെ ഉണ്ട്. മറ്റുള്ള സംഘടനകൾക്കൊക്കെ സംവാദത്തിനും മറ്റൊക്കെ പോകും. പക്ഷേ ഒരു വിങ് ഇങ്ങനെ പ്രത്യേകമായിട്ട് ആദർശ സംരക്ഷണത്തിന് വേണ്ടി ഡിബേറ്റുകൾക്ക് എപ്പോൾ ക്ഷണിച്ചാലും ഞങ്ങൾ റെഡി. അതിന് സജ്ജമാക്കിയ ഒരു സംഘം, അത് സമസ്തക്ക് മാത്രം. ഇതോടുകൂടി കാര്യം ചോദിക്കട്ടെ, ഈ ഒരു വിങ്ങിന് മുഷാവറ അംഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? വലിയ സപ്പോർട്ടാണ്. കാരണം ഞങ്ങൾ ഈ സംവാദം കഴിഞ്ഞ സംവാദത്തിൽ ഞങ്ങളെ ഉസ്താദുമാർ നേരിട്ട് ക്ഷണിച്ചു. ഞങ്ങൾ ഉസ്താദുമാരെ പോയി കണ്ടു. ഉസ്താദുമാർ വലിയ സന്തോഷം പങ്കുവച്ചു. അതുപോലെ തന്നെ ഈ ചെറുവാടി സംവാദം കഴിഞ്ഞപ്പോൾ ഉസ്താദുമാർ വലിയ മുഷാവറയിൽ വലിയ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ മുഷാവറ വലിയ സന്തോഷം പങ്കുവച്ചു. അതുപോലെ തന്നെ പിന്നെ മോയിൻകുട്ടി മാഷ് ഞങ്ങളെ നേരിട്ട് ഓരോരുത്തരെയും വിളിച്ചിട്ട് സന്തോഷം അറിയിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വിഷയമാണ്. മോയിൻകുട്ടി മാഷ് നേരെ വിളിച്ചിട്ട് നമ്മൾ ഓരോരുത്തരോടും സന്തോഷം പങ്കുവച്ചു. അപ്പോൾ ഈ സംവാദ വേദികൾ പലപ്പോഴും മോഡേൺ ടേംസ് ഉപയോഗപ്പെടുത്തിയിട്ട് ഒരുപാട് ആളുകളെ കബളിപ്പിക്കുന്ന തരത്തിൽ മറുവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ തരത്തിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കുന്നത്? ഏതു തരത്തിൽ വാദങ്ങൾ കൊണ്ടുവന്നാലും നിലനിൽപ്പ് വേണമെങ്കിൽ ഒരടിസ്ഥാന തറ വേണം. ഈ തറയില്ലാത്തവർ എങ്ങനെ വാദങ്ങൾ കൊണ്ടുവന്നാലും ഉരുണ്ട് വീഴും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതാണ് ചെറുവാടിയിൽ കണ്ടത്. ശരിക്ക് ചെറുവാടിയിൽ കുട്ടികളാണ് ഞങ്ങളെ സംബന്ധിച്ച് ജൂനിയർ ടീമാണ് അവിടെ സംവാദത്തിന് പങ്കെടുത്തത്.
നേരെ മറിച്ച് അവരുടെ അവസാന വാക്കായ ഫൈസൽ മൗലവി, അവരുടെ ഏറ്റവും വലിയ സൈദ്ധാന്തികനായ ഫൈസൽ മൗലവിയാണ് ഞങ്ങളോട് ഏറ്റുമുട്ടാൻ അവിടെ എത്തിയത്. അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു വളഞ്ഞ ആദർശത്തെ ന്യായീകരിക്കാൻ അദ്ദേഹത്തോളം കഴിവുള്ള മറ്റൊരാൾ അവരുടെ കൂട്ടത്തിലില്ല. ആര് വന്നാലും പെടും. അതുകൊണ്ട് ഫൈസൽ മൗലവിക്ക് മാത്രം അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് അവർ നോക്കി കണ്ടതിൻ്റെ പേരിലായിരിക്കണം ഫൈസൽ മൗലവിയെ പറഞ്ഞയച്ചത്, മുന്നിലേക്ക് വെച്ചത്. പക്ഷേ അവരുടെ ധാരണ തെറ്റി. ഇപ്പോൾ ഇസ്തിഖാമ ആദർശ വൈകല്യം സംഭവിച്ച ആളുകളോട് മാത്രമാണോ, അതോ ഈ യുക്തി ചിന്ത അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകൾക്കും മറുപടികളുണ്ട്? അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേറൊരു സംവിധാനം തന്നെ ഉണ്ട്. SKSFൻ്റെ മനീഷ എന്ന് പറയുന്ന ഒരു ടീം അതിന് സുസജ്ജമാണ്. അവരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് യൂട്യൂബ് ചാനലുകളുണ്ട്. നമ്മളെ ഷുഹൈബുൽ ഹൈതമിയുടെ നേതൃത്വത്തിൽ, ഫാരിസിൻ്റെ നേതൃത്വത്തിലൊക്കെ അതിന് ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാൽ ഈ കോഴ്സിനെ കുറിച്ച് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഈ കോൺവക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന്. കോഴ്സ് ഇതിൻ്റെ കോൺവക്കേഷൻ ഇത് ആദ്യമായിട്ടല്ല. അപ്പം ഞങ്ങളൊക്കെ ഈ കോഴ്സിൻ്റെ പ്രൊഡക്റ്റുകളാണ്. ഞാനും അബൂതൈർ ഫൈസി ഉസ്താദൊക്കെ SKSFൻ്റെ 25-ാം വാർഷികം തൃശ്ശൂർ സമർക്കന്തിൽ നടക്കുമ്പോൾ അന്നാണ് ഇസ്തിഖാമയുടെ ആദ്യത്തെ ഒരു സനദ് ദാനം, ഒരു സർട്ടിഫിക്കറ്റ് വിതരണം ഉണ്ടായത്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 25ഓളം വിദ്യാർത്ഥികൾ. അതിനുശേഷം പല ഘട്ടങ്ങളിലായിട്ട് ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് ഇതിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അവരിപ്പോഴും ഈ മേഖലയിൽ വളരെ സജീവമായിട്ട് ഉണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. ഇന്ന് എത്ര ആളുകളാണ് കോൺവക്കേഷൻ? ഇന്ന് 32 ആളുകൾ ഇൻഷാ അല്ലാ ഒരുപാട് വിഷയങ്ങൾ പഠിച്ച് പിന്നെ അത് പരിശീലിച്ച് നമ്മുടെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ മുസ്തഫ ഷറഫി, ഇപ്പോൾ മുഷാവറ അംഗമായ അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ്, MT അബൂബക്കർ ദാരിമി ഉസ്താദ്, ഷൗക്കത്ത് ഫൈസി ഉസ്താദ്, വഹാബ് ഹൈതമി ഉസ്താദ്, അതുപോലെ തന്നെ ശിഹാബുദ്ദീൻ അൻവരി നെടുങ്ങോട്ടൂർ, ഇവരൊക്കെ ഇതിൻ്റെ റിസർച്ച് കൗൺസിൽ അംഗങ്ങളാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. പിന്നെ അതിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളാണ് SKSF ഇസ്തിഖാമയുടെ സംസ്ഥാന സമിതിയിലെ ബഹുഭൂരിഭാഗം ആളുകളും. ഇന്ന് ഈ സംവാദത്തിന് നേതൃത്വം നൽകിയ ആളുകളൊക്കെ അവരുടെ ശിഷ്യന്മാരായി ഇതുപോലെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആളുകളാണ് ഇന്ന് ഈ മേഖലയിൽ സജീവമായിട്ടുള്ളത്. ഒരുപക്ഷെ ചോദിക്കുന്നതുകൊണ്ട് എന്തോ അറിയില്ല, മതവിരുദ്ധധാരികളായ ആളുകൾ മാത്രമാണോ ഇസ്തിഖാമയിൽ കോൺവക്കേഷനിൽ? നിലവിൽ നമ്മൾ അങ്ങനെയാണ് ഉള്ളത്. ഇൻഷാ അല്ലാ ഇനി സാധാരണക്കാരായ ആളുകൾക്ക് കൂടി ഈ വിഷയത്തെ ഒന്നുകൂടിയും, അഥവാ ഇത് കുറച്ചും കൂടി കിതാബിൻ്റെ ഇബാറത്തുകളും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ സംസാരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ. ഇനി അപ്പോൾ നമ്മളെ ഒന്നുകൂടി നമ്മുടെ ആലോചനയിൽ ചർച്ചയിലുണ്ട് ഇത് സാധാരണക്കാരെന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ മേഖലയിൽ അഥവാ കിതാബുകളും കാര്യങ്ങളും ഒന്നും കൈകാര്യം ചെയ്ത് വളരെ സാധാരണക്കാരായി നിൽക്കുന്ന ആളുകൾക്ക് കൂടിയും ഇതിനെ പ്രാപ്തമാക്കാൻ ആവശ്യമായ ഒരു സംരംഭത്തെക്കുറിച്ച് ഇൻഷാ അല്ലാ ആലോചനയിലുണ്ട്. അതുപോലെ ആദർശ ശുദ്ധി സമസ്ത എല്ലാ കാലം മുന്നോട്ട് വെക്കുന്നതാ. അതിന് കളങ്കപ്പെടുത്താൻ ആരൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ എന്തുണ്ടാവും, കോട്ട കെട്ടി സംരക്ഷിക്കും എന്ന് തന്നെയാണ്. ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ പുതിയ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം.